If I enter their clothes again, presidential thing, presidential thing was nothing. വെയിറ്റ് ഇത്ര ഷോയും കാണിച്ചിട്ട് എങ്ങടായി കയറി പോണേ? അകത്തോട്ട്, അല്ലാണ്ട് എവിടെ? അവളടുത്ത് വിളിച്ച് ചോദിച്ചിട്ടല്ലല്ലോ നമ്മൾ പിന്നോട്ട് വന്നത്. അവളിവിടെ ഇല്ലെങ്കിലോ? നമ്മളിവിടെ വെയിറ്റ് ചെയ്യും, അല്ലാണ്ടെന്ത്? ഇവിടെ ആരും ഇല്ലെങ്കിലോ? ഇവിടെ നിന്ന് താളം ചവിട്ടി കഴിഞ്ഞാൽ അത് ആരെങ്കിലും ഉണ്ടായില്ലെന്ന് അറിയാൻ പറ്റുമോ? നീ വാ. എടി, ഒരു റിക്വസ്റ്റ് ഉണ്ട്. അവളുടെ പല്ലു എല്ലുമെങ്കിലും വെറുതെ വരണം. അവളുടെ വീട്ടുകാർക്ക് വേണ്ടിയ. ഏയ്, അത്രയ്ക്കൊന്നുമില്ല. ഇനി അവൾ ഒരിക്കലും പറയാതെ ലീവ് എടുക്കൂല. നീ വാ. ദൈവമേ, അവളെ കാത്തോളണേ. ആരാ? ഞാൻ കൃതികയുടെ. Baby, hold your breath. तेरे पास जो आऊं तो होश उड़ा दूंगा सच में. Baby, wait a sec. Excuse me. Oh I know you need it. तेरी आंखों में लिखा है सब कुछ, baby, I can read it. थोड़ा सीधा साधा हूँ मैं, थोड़ा सा हूँ mad girl. Baby, I'm a bad boy, can you be my bad girl? I'm a bad boy, can you be my bad girl? Oh God, what is she doing? Hi, Rata baby, hi. He's so I-S-T-A-Y-F-L. What's happening to me? It's a helicopter, yo, I'm so sick. कोई बुलाओ डॉक्टर को. सब कैश, no checks. मैं चुप रहूं, swag करे मेरा flex. मूड में आ गया baby, तो तेरे boyfriend के आगे लगा दूंगा X. Boy, I'm down with you. तूने ले लिया ये दिल, तुझसे दूरी बनाए रखना boy अब हो गया मुश्किल. Boy, I'm down with you. तूने ले लिया ये दिल, तुझसे दूरी बनाए रखना boy अब हो गया मुश्किल. तू है fire, मैं हूँ gasoline boy. Take me higher, you know what I mean boy. मैं भी बिल्कुल तेरे जैसी mad girl. I know you're a bad boy, I can be your bad girl. Baby, I'm a bad boy, can you be my bad girl? I know you're a bad boy, I can be your bad girl. Baby, I'm a bad boy, can you be my bad girl? ഏട്ടാ, അയ്യോ, ഇവ പറ്റി എന്താ ഏട്ടാ ഞാൻ ഈ കാണുന്നേ? അത് പിന്നെ നീ ഉദ്ദേശിക്കുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങള്. ഞാനെന്ത് ഉദ്ദേശിച്ചെന്നു? അല്ല, അഥവാ നീ എന്തെങ്കിലും ഉദ്ദേശിച്ചെങ്കിൽ ഞങ്ങളൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഇനി അതിൻ്റെ പേരിൽ കിടന്ന് ഉരുളണ്ട. പ്ലീസ്, നാറ്റിക്കരുത്. ജീവിച്ച് പൊക്കോട്ടെ. ഇത്തവണത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. അല്ല, നിങ്ങൾ എപ്പോഴാ എത്തിയേ? അധികം സമയമൊന്നും ആയില്ല. ഞങ്ങളെ കണ്ണുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കഥ പറഞ്ഞില്ലേ, അപ്പോഴെത്തിയതേ ഉള്ളൂ. ഡേ, നിനക്ക് നാണോ? നീ നാണം വന്ന് ഞാൻ ആദ്യമായിട്ട് കാണുക. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? തൽക്കാലത്തേക്ക് ഇതാ എൻ്റെ പണി. നീയായിട്ട് പോകുന്നുണ്ടോ അതോ ചേട്ടൻ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നത്? ഞങ്ങളതാ പൊക്കഴിഞ്ഞില്ലേ. അതാണ് നിന്റെ ആരോഗ്യത്തിന് നല്ലത്. എന്നാ പിന്നെ ഞങ്ങളും അങ്ങോട്ട്. ഓ ആയിക്കോട്ടെ, പതിവില്ലാതെ അനുവാദം ചോദിച്ച് ബുദ്ധിമുട്ടണ്ട. ഞാനും അങ്ങോട്ട്. പിന്നെന്താ? ഐറിൻ, ആടി, ഞാൻ ദേ വരുന്നു.
ഞാനിനി കുറച്ചധികം ദിവസം ഇവിടെ കാണും. സോ Our paths going to be cross again. And you are mine. ലെറ്റ്സ് സീ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ. ഓക്കെ, നിന്റെ ഹൃദയം ഒരു പടക്കുതിര എന്നോണം കുതിക്കുന്നത് എൻ്റെ കാതുകളിൽ മുടങ്ങുന്നുണ്ട് റയാൻ. എനിക്കറിയില്ല എറിൻ, മുമ്പൊരിക്കലും ഇതുപോലെ നടന്നിട്ടില്ല. വേറെ ആരാലും എൻ്റെ ഹൃദയത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ആദ്യമായി ഇന്ന് ആദ്യമായി നിന്നെ കണ്ടപ്പോൾ എൻ്റെ ഹൃദയം എന്തോ എനിക്കറിയില്ല. ഞാനും ആഗ്രഹിക്കുന്നുണ്ട് റയാൻ. ഞാൻ അനുഭവിക്കുന്ന ഈ വികാരത്തിന് എന്ത് പേര് നൽകണമെന്നറിയാൻ. എനിക്കിതിനെ പ്രണയമെന്ന പേര് നൽകാൻ കഴിയില്ല, കാരണം എനിക്ക് പ്രണയം എന്തെന്നറിയില്ല. പക്ഷേ എനിക്ക് നിന്നെ അറിയാമെന്നതുപോലെ, ഞാൻ നിൻ്റേതായിരുന്നതുപോലെ എനിക്ക് അറിയില്ല. ഐറേൻ, നീ വരുന്നുണ്ടോ? ആടി, ഞാൻ ദേ എത്തി. പിന്നെ കാണാം. പിന്നെ കാണാം. ഹലോ ബോസ്. ഹലോ ബോസ്, ജെറാൾഡ് സാറുമായിട്ടുള്ള മീറ്റിങ്ങിന് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട്. ടൈം നാളെ 10 മണിക്ക് ലോസ് ഏഞ്ചൽസിൽ വെച്ച്. ശരി, ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തോ? ഓക്കെ ബോസ്. റയാൻ, നീ ഉറങ്ങുമായിരുന്നോ? അയൽപ്പക്കക്കാരുടെ ശല്യം കാരണം ഇനി രാത്രിയിൽ എത്രത്തോളം ഉറക്കം കിട്ടുമെന്ന് അറിഞ്ഞൂടല്ലോ. അതുകൊണ്ട് കിട്ടിയ സമയം പരമാവധി യൂട്ടിലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അയൽക്കാരുടെ ശല്യം? നീ കഴിക്കാനല്ലേ ഇരിക്കണ? കഴിച്ചാണ്. നമ്മളെന്തിനാ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇടപെടണേ? അല്ല അമ്മേ, അച്ഛൻ അവിടെ? ഫോണിലാണെന്നാ തോന്നുന്നേ. ഞാൻ വന്നപ്പോൾ ആരോ വിളിച്ചോണ്ടിരിക്കുമായിരുന്നു. കൃതി, നീ ഐറിനെ കണ്ടോ? അവളും ഫോണും തൂക്കി പിടിച്ചുണ്ട് ബാൽക്കണിയിലോട്ട് പോണേണ്ടു. എന്തോ അർജൻറ്റ് കോളാണെന്നാ തോന്നുന്നേ. ഈ പെണ്ണ് നമ്മളെ എന്താ മറക്കണെന്നാണ് എനിക്ക് അറിഞ്ഞൂടാത്തത്. അവള് എല്ലയിൽ നിന്ന് വന്നതിന് ശേഷം നന്നായിട്ട് ചേഞ്ചായി. എനിക്ക് കുറേ ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നുണ്ട്, ബട്ട് അവളൊന്നും പറയില്ല. ചുമ്മാ അതെന്തിനാ ചോദിച്ച് നാണം കിടന്നേ? അതെ, ഗ്രഹനാഥൻ എത്തിയല്ലോ. ഇനി ഒരാളും കൂടെ ഉണ്ടല്ലോ. എവിടെ? അവള് എത്തിയല്ലോ താരം. എല്ലാരും എത്തിയോ? എനിക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. സോറി, ഒരു ഇമ്പോർട്ടൻറ്റ് കോളായിരുന്നു. അതെടുത്തില്ലെങ്കിൽ ഇന്നിവിടെ എനിക്ക് സമാധാനത്തോടെ ഇരുന്ന് കഴിക്കാൻ സമ്മതിക്കില്ല. വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടേയിരിക്കും. അത് കുഴപ്പമില്ല മോളെ, മോളിരുന്ന് കഴിക്കുക. ഞങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഓ ഇവൻ, എനിക്ക് നിങ്ങളോടായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ അച്ഛാ? ഞാനും നിൻ്റെ അമ്മയും 2 ദിവസത്തേക്ക് ഇവിടെ കാണില്ല. ഞങ്ങൾക്ക് ഒരു ബിസിനസ് മീറ്റിങ്ങിന് പോകാനുണ്ട്. ഓ, ഞാനും ആ കാര്യം പറയാൻ വന്നതാ. എനിക്ക് നാളെ LA വരെ പോകണം. ഞാനും 2 ദിവസത്തേക്ക് ഇവിടെ കാണില്ല. ഓ,
ഞങ്ങൾ ഇവനെ സഹിതം ഈ 4 പേരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകാമെന്നാണ് വിചാരിച്ചേ. അച്ഛാ, ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. അല്ല, അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ കൊച്ചുകുട്ടികൾ നിന്നെക്കാളും ഭേദവാ. ഞാൻ എങ്ങനെ വിശ്വസിച്ച് ഈ 3 പെൺകുട്ടികളെ നിന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോവും? 3 അല്ല 2 പേര്. എൻ്റെ അടുത്ത് അമ്മ ഇവിടെ നിൽക്കണ്ട പറഞ്ഞു. വാട്ട്? നോ വേ. എന്തുവാടി ഈ 2 ലവ് ബേർഡ്സിൻ്റെ ഇടയിൽ എന്നെ പോസ്റ്റ് ആക്കാനോ? എന്നെ ബലി കൊടുത്തിട്ട് പോവല്ലേ പ്ലീസ്. അറ്റ്ലീസ്റ്റ് അവർ വരുന്നവരെങ്കിലും. നോ വേ, ഒരു സാധ്യതയും കാണുന്നില്ല. കാരണം വീട്ടിൽ അമ്മാവനും അമ്മായിയൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഇന്നേ ഞാൻ കരഞ്ഞ് കാല് പിടിച്ചാണ് വന്നത്. പറ്റില്ല, എനിക്ക് ഇന്ന് തന്നെ പോകണം. നീ എന്തിനീ ഓവർ ഷോ ഇറക്കണേ? ഞാനിവിടെ ഇല്ലേ? അതാണ് പ്രശ്നം. നിങ്ങൾ 2 പേരും ഇവിടെയുണ്ട്. നിങ്ങൾക്ക് എൻ്റെ കൈ പരസ്പരം അവരോരെടുത്ത് വെച്ചിക്കാൻ പറ്റില്ല. എത്രയെന്നും പറഞ്ഞാൽ ഞാൻ സഹിക്കുക? ഇങ്ങനെ ഒരു സാധനം. ഞാൻ നാളെ പോയിട്ട് നാളെ തന്നെ തിരിച്ചു വരാൻ നോക്കാം. ദേ, പിന്നെ ഐ കോണ്ടാക്ട്. നിങ്ങൾക്ക് വേറൊരു പണിയുമില്ലേ? തേണ്ടി സമ്മതിക്കൂല. അമ്മേ, ദേവിനെ പിടിച്ചോണ്ട് പോകുന്നുണ്ടോ? കുറെ നേരം കൊണ്ട്. അലാൻ, ചുമ്മാ ഇരുന്ന് കഴിക്കടാ. അല്ല, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. എങ്കിൽ എനിക്കും ഉണ്ട് പലതും പറയാൻ. പറയട്ടെ? ചേട്ടാ പ്ലീസ്, നാറ്റിക്കരുത്. ഇപ്പോഴത്തേക്ക് ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. സംതിങ് മത്തി. 24 മണിക്കൂറും തീറ്റിയുടെ കാര്യമുള്ളൂ. ഐറിൻ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നീ എന്താ നിൻ്റെ മേജർ ഈ വർഷം മാറ്റിയേ? ഐ മീൻ ഫ്രം സയൻസ് ടു ബിസിനസ് മാനേജ്മെൻറ്റ്. എൻ്റെ ചേട്ടൻ തൻ്റെ കാല് മാറി, അതുകൊണ്ടാണ്. വാട്ട്? മൈ ബ്രദർ, ഹീസ് ദ വൺ ഹൂ സപ്പോസ് ടു ബി ദ നെക്സ്റ്റ് ഹയർ. He say no and here I am. It's on me now. Your dad is a businessman. Excuse me. നിങ്ങൾ മൊത്തം കഴിക്കുന്നില്ലേ? വേണ്ട, എനിക്ക് മതി. എങ്കിൽ ഞാനും മതിയാക്കി.